റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ വന്ദേമാതരം നിർബന്ധമാക്കി സർക്കാർ. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിൽ വന്ദേമാതരം മുഴുവനായും ആലപിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശം. വന്ദേമാതരം നിർബന്ധമാക്കാനുള്ള കേന്ദ്ര തീരുമാനത്തിന് പിന്നാലെയാണ് നടപടി. എന്നാൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ലെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. തദ്ദേശ വകുപ്പ് സെക്രട്ടറിക്ക് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, കേന്ദ്ര സർക്കാർ നിയമം പാസാക്കിയിരിക്കുന്നു. വന്ദേമാതരത്തിന് ജനഗണമനയുടെ അതേ നിയമ പരിരക്ഷയാണ് നൽകിയിരിക്കുന്നത് പുതിയ നിയമ ഭേദഗതിയിലൂടെ. അപ്പോഴും കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ നിലപാട് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കേണ്ടതില്ല എന്ന് സ്വാതന്ത്ര്യ സമരകാലത്തെടുത്ത അതേ തീരുമാനം തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിക്കണമെന്നുള്ള ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഈ ഉത്തരവ് കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തെ തുടർന്നാണോ? അരുൺകുമാർ, കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമം, അതിൽ വന്ദേമാതരം അത് പൂർണ്ണമായും ആലപിക്കണം. ദേശീയഗാനത്തിന്റെ പരിധിയിലേക്ക് വന്ദേമാതരം ഉയർത്തപ്പെടുന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രപതി ഇത് സംബന്ധിച്ച നിയമത്തിൽ ഇന്ന് ഒപ്പുവെച്ച് കഴിഞ്ഞു. അതേസമയം ഇന്നലെ തന്നെ സംസ്ഥാനത്ത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളിലും വന്ദേമാതരം നിർബന്ധമായും ആലപിക്കണം എന്ന നിർദ്ദേശം അത് ചീഫ് സെക്രട്ടറി നൽകി കഴിഞ്ഞു. തദ്ദേശ സെക്രട്ടറിക്ക്, പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാളിന് ചീഫ് സെക്രട്ടറി നൽകിയ കത്തിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നത്. വന്ദേമാതരം അത് കൃത്യമായി ആലപിക്കണം, അത് പൂർണ്ണമായും ആലപിക്കണമെന്ന് ആ കത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കേണ്ടതും അത് ഏകോപിപ്പിക്കേണ്ടതും ചുമതല അതിന്റെ നോഡൽ ഓഫീസർമാരെ ഉൾപ്പെടെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള കത്താണ്. ആ കത്തിലാണ് കൃത്യമായി ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ വന്ദേമാതരം ആലപിക്കേണ്ടതിന്റെ കാര്യകാരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം ദേശീയഗാനം ആലപിക്കുന്നത് സംബന്ധിച്ച് ഒരു തരത്തിലും നിർദ്ദേശം നൽകിയിട്ടില്ല എന്നതാണ് വിചിത്രമായ മറ്റൊരു കാര്യം. വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണം എന്നത് മാത്രമാണ് ഇതിലുള്ള മറ്റ് ദേശീയ പതാക അവിടെ എല്ലായിടത്തും ദേശീയ പതാക ഉണ്ടാകണം. അത് ഡിജിറ്റലായി ദേശീയ പതാക അവിടെ വന്ദേമാതരം ആലപിക്കുന്ന സമയത്ത് അവിടെ പ്രദർശിപ്പിക്കണമെന്ന നിർദ്ദേശമുണ്ട്. അതേസമയം ജനഗണമന അവിടെ ആലപിക്കണം എന്ന കാര്യം പറയുന്നില്ല. അതേ ജനഗണമന ആലപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ നിർദ്ദേശങ്ങൾ എന്തൊക്കെ പാലിക്കണമെന്നതും ഈ കത്തിൽ പറയുന്നില്ല എന്നതാണ് വിചിത്രമായ കാര്യം. അതേസമയം ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നിലപാട് ഒരു കാരണവശാലും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കേണ്ടതില്ല എന്നതാണ്. അത് നേരത്തെ സ്വാതന്ത്ര്യ സമരകാലം മുതലുള്ള നിലപാടാണ്. അത് ഇപ്പോഴും ആ കടുത്ത നിലപാടിൽ തന്നെ കോൺഗ്രസ് ഉറച്ചു നിൽക്കുമ്പോൾ ബിജെപി അത് ദേശീയ തലത്തിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്നത് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കണം. അത് നിയമമായതിന് തൊട്ടുപിന്നാലെ അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വന്ദേമാതരം സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി എല്ലായിടത്തും ആലപിക്കാനും അത് നിർബന്ധമാക്കാനുള്ള തീരുമാനം എടുത്തത്. ഇത് സംബന്ധിച്ച ഒരെതിർപ്പും സംസ്ഥാനം കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല. പരസ്യമായി അതിനുള്ള അസംതൃപ്തി, ഇത് സംബന്ധിച്ച കത്ത് വന്നപ്പോൾ അസംതൃപ്തിയും അറിയിച്ചില്ല. കേന്ദ്ര സർക്കാരിന്റെ സാംസ്കാരിക വിഭാഗമാണ് സംസ്ഥാനത്തിന് വന്ദേമാതരം ആലപിക്കാൻ ഉള്ള നിർദ്ദേശം നൽകിയത്. ആ കാര്യം കൂടി ചീഫ് സെക്രട്ടറിയുടെ കത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സംസ്ഥാനം കേന്ദ്ര സർക്കാരിനെ ഇതിലുള്ള അസംതൃപ്തി അറിയിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാഷ്ട്രീയമായി കോൺഗ്രസ് എല്ലാ കാലത്തും വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കുന്നത് എതിരാണ്. പക്ഷേ സംസ്ഥാനത്ത് UDF ഭരിക്കുമ്പോൾ ആ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഇത്തവണ വന്ദേമാതരം നിർബന്ധമാക്കുകയാണ് അരുൺകുമാർ. ഓക്കെ, അങ്ങനെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ വേളയിൽ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരകാലത്ത് പോലും വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ പാടേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തിരുന്നു. പക്ഷേ ഇന്ന് UDF ഭരിക്കുന്ന കേരളത്തിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിന് ചുവട് പിടിച്ച് ഇപ്പോൾ ഇതാ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് വന്ദേമാതരം പൂർണ്ണരൂപത്തിൽ പാടണം എന്ന്. നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയടക്കം സത്യപ്രതിജ്ഞ ചെയ്യുന്ന വേളയിൽ ഈ വന്ദേമാതരം പൂർണ്ണ രൂപത്തിൽ ആലപിച്ചത് വലിയ വിവാദമായിരുന്നു. തമിഴ്നാട്ടിലും നമ്മളത് വിവാദമാകുന്നത് കണ്ടു. ഇപ്പോൾ ഇതാ സംസ്ഥാനത്ത് ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിരിക്കുന്നു. രേഖാമൂലം വന്ദേമാതരം ഈ സ്വാതന്ത്ര്യദിന ആചരണത്തിൽ പൂർണ്ണമായും ആലപിക്കണം. കേന്ദ്ര കോൺഗ്രസ് നയത്തിന് വിരുദ്ധമായി.